ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങൾക്കറിയുന്ന പോലെ SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടങ്ങുകയാണ്. ഒരുപാട് ഞെട്ടിക്കുന്ന അതിക്രമങ്ങളുടെയും ക്രൂരതകളുടെയും സാമൂഹ്യ വിരുദ്ധതയുടെയും എത്ര വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വരുന്നത്. മാത്രമല്ല ഏറ്റവും അടുത്ത് രക്തബന്ധമുള്ള ആളുകൾ പോലും പരസ്പരം കുത്തിക്കൊല്ലുക, പീഡനം നടത്തുക, അക്രമങ്ങൾ നടത്തുക, അങ്ങനെയുള്ള നമുക്ക് മലയാളി സമൂഹത്തിന് ചേരാത്ത, മലയാളി സമൂഹം ഒരിക്കലും പിന്തുടർന്നിട്ടില്ലാത്ത ഒരുപാട് ഊടുവഴികളിലൂടെ സമൂഹം സഞ്ചരിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ വരുമ്പോൾ അതിൻ്റെ കാരണം തേടി ചെല്ലുമ്പോൾ നമുക്ക് ഒരു കാരണമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അപാരമായ രാസലഹരിയും അതേപോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പിൻബലത്തോടെയാണ് ഇത്തരം അക്രമത്തിന് ഇവരൊക്കെ തയ്യാറാകുന്നത്. ലഹരി, മദ്യപാനം, പുകവലി. ഇപ്പം നടുറോഡിൽ നിന്ന് പുകവലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പുകവലി നടുറോഡിൽ ചെയ്യരുത് എന്നുള്ള കോടതി വിധി നിലനിൽക്കെ രാത്രി നേരങ്ങളിലൊക്കെ നമുക്ക് കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ തന്നെ ഈ കാഴ്ച കാണാം. തിരുവനന്തപുരം അതുപോലെ കോഴിക്കോട് ഒന്നും വ്യത്യസ്തമല്ല. പക്ഷേ നടുറോഡിൽ പുകവലിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നൊരിക്കൽ കൂടി ഇത്തരം ആളുകളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. സിന്തറ്റിക് ലഹരി പിടിമുറുക്കിയതോടെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം കുറേശ്ശെ മാറിപ്പോകുന്നു. അതും അപകടകരമായ രീതിയിൽ, ആശങ്കാജനകമായ രീതിയിൽ മാറുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അതിക്രമണത്തിനും ലഹരിക്കുമെതിരായ നമ്മുടെ പോരാട്ടം, 24 പോരാട്ടം മറ്റൊരു വഴിയിലേക്ക് കടക്കുകയാണ്. ജ്യോതിർഗമയ ഇങ്ങനെയുള്ള ഇരുട്ടിൽ വീണ് കിടക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് പിടിച്ചു നടത്താനും ഈ മലയാളി സമൂഹത്തിൽ നമുക്കെന്ത് ചികിത്സയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും വേണ്ടി ജ്യോതിർഗമയ തുടങ്ങുന്നു. ഒരു നല്ല ഞായറാഴ്ചയാണ്. നമുക്കൊരുപാട് നല്ല ചിന്തകളുണ്ട്. ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ വർഷം മുഴുവൻ, ഈ കൊല്ലം മുഴുവൻ നീളുന്ന ഒരു ബോധവൽക്കരണ യജ്ഞത്തിനാണ് നമ്മൾ തിരികൊളുത്തുന്നത്. എനിക്കൊപ്പം രണ്ടുപേർ കൂടി ചേരുന്നു. സ്മിത ഹരിദാസ് and ആഷ്മി താജ് ഇബ്രാഹിം. വെൽക്കം ഗായ്സ്. Please come. Hello Ashmi. How are you? Yeah, fine. Very good. Yeah, fine. Hello, how are you? I'm good. ഇന്നിപ്പോ വളരെ ഗംഭീരമായിരിക്കുന്നല്ലോ. എപ്പോഴാണ് പ്രശ്നം? അല്ലേ ആഷ്മി? ഇതിപ്പോ വിചാരിക്കും ഞായറാഴ്ച അല്ലാത്ത ദിവസം എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആഷ്മി എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഒരു വളരെ കുട്ടപ്പൻ ലുക്കിലാണല്ലോ മുടിയുടെ സ്റ്റൈലൊക്കെ വന്നത്. ഇന്ന് രാവിലെ ആഷ്മിയെ കുറിച്ച് ഞാൻ മോർണിംഗ് ഷോയിലും ആലോചിച്ചു. എന്താണെന്നറിയോ, പന്തളത്തെ ശർക്കരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആഷ്മിക്ക് അവിടെ ഒരു ശർക്കര കട നടത്തിക്കൂടായിരുന്നു? പന്തളത്തെ ശർക്കര ഫേമസ് ആണ്. അപ്പൊ നമ്മുടെ സ്മിത, നമ്മുടെ ഇന്നത്തെ ജ്യോതിർഗമയ, അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ ലഹരി, മാരകമായ രാസലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ യുദ്ധം. അത് കുറേ ദിവസങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ ഏറ്റവും അവസാനത്തെ MDMA-കാരനെയും നാട് കടത്തും എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് മുൻപും നമ്മൾ പലതവണ പറഞ്ഞതാണ്. അക്കാര്യം അടിവരയിടുന്ന ചില കണക്കുകളാണ് 24 ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. കോവിഡിന് ശേഷം രാസലഹരി വ്യാപനത്തിന്റെ തോത് കുത്തനെ കൂടിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന്റെ കഴിഞ്ഞ 15 വർഷത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ആ കണക്കുകളിലേക്ക്, ആ റിപ്പോർട്ടിലേക്ക് കണക്ക് കൂട്ടുന്നു അല്ലേ? 2011 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേരള എക്സൈസ് വകുപ്പ് ഔദ്യോഗികമായി നൽകുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ നിരത്തുന്നത്. സിന്തറ്റിക് ലഹരി അടക്കമുള്ള മാരക ലഹരി യുവതലമുറയെ എത്ര വേഗം കാർന്നു തിന്നുവെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷ കാലയളവിൽ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ കണക്ക് 3809 കിലോഗ്രാം. അതേ കാലയളവിൽ 30.40 ഗ്രാം ഹാഷിഷ് മാത്രം. അതിമാരകമായ സിന്തറ്റിക് ലഹരിയായ MDMA ഇക്കാലയളവിൽ 1 ഗ്രാം പോലും പിടികൂടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള കാലത്തെ കണക്കെടുത്താൽ 12,291.864 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയപ്പോൾ 1,72,342.66 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. MDMA വലിയ തോതിൽ കടന്നു കയറിയത് ഇക്കാലയളവിലാണ്. 32,798.377 ഗ്രാം, അതും 5 വർഷ കാലയളവിനിടെ പിടികൂടിയ MDMA. ഇനി 2021 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ കണക്കിലേക്ക് കടക്കുമ്പോൾ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. ഇക്കാലയളവിലാണ് രാസലഹരിയുടെ കുത്തൊഴുക്ക് സംസ്ഥാനത്തുണ്ടാകുന്നത്. എക്സൈസ് പിടികൂടിയ കഞ്ചാവ് 14,916 കിലോഗ്രാം, ഹാഷിഷ് 62.8
832 കിലോഗ്രാം. എന്നാൽ MDMA ആകുമ്പോൾ അത് 25 കിലോഗ്രാം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. 15 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിടികൂടിയ കണക്ക് മാത്രമാണിത്. 2016 മുതൽ 2025 വരെയുള്ള 10 വർഷ കാലയളവിൽ 57,855 പ്രതികളുടെ അറസ്റ്റാണ് എക്സൈസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2025 മാർച്ച് മാസം മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ 12,760 ഇതിൽ 13,449 അറസ്റ്റുകളും നടന്നു. 12 കോടി രൂപ വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് ഈ കാലയളവിൽ മാത്രം പോലീസ് പിടിച്ചെടുത്തത്. 2021 മെയ് മുതൽ 2025 മെയ് വരെ എക്സൈസ് പിടികൂടിയത് 131,19,40,45,080 രൂപയുടെ MDMA. ഹാഷിഷ് ഓയിലിലേക്ക് എത്തുമ്പോൾ ഇത് 172,34,26,600 രൂപ മൂല്യം വരുന്നു. പിടികൂടിയ കഞ്ചാവിൻ്റെ കണക്ക് 73,75,11,840 രൂപ. സിന്തറ്റിക് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിൽ രാജ്യത്ത് ആദ്യ സ്ഥാനം പഞ്ചാബിനാണ്. എന്നാൽ ഈ കൊച്ചു കേരളം അതിൻ്റെ 10 മടങ്ങിലേക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്ക്. 2021 മെയ് മാസം മുതൽ 2025 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 131 കോടി രൂപയുടെ മൂല്യം വരുന്ന MDMA പിടികൂടിയിട്ടുണ്ട്. ഇത് MDMAയുടെ മാത്രം കണക്കാണ്. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതിലും ഏറെയാണ്. അതും എക്സൈസ് മാത്രം പിടിച്ചത്. പോലീസും മറ്റു സേനകളും പിടിച്ച കണക്ക് പരിശോധിച്ചാൽ അത് ഇതിലും കൂടുതലായി വരും. ഇത് തെളിയിക്കുന്നത് ഇന്നാട്ടിലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം രാസലഹരിയുടെ മാഫിയയെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് ശക്തമായ നിയമനിർമ്മാണം കൂടി വേണം. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. ആഷ്മി, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരുപാട് വിവാദങ്ങളൊക്കെ സമൂഹത്തിൽ കത്തിപ്പെട്ടിരുന്നു, വാർത്താ ചാനലുകൾ വഴിയൊക്കെ തന്നെ, പത്രത്തിലുമൊക്കെ പഠനം. എനിക്കുള്ള ഏറ്റവും വലിയ ഭയം എന്തെന്നറിയോ, നമ്മുടെ ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ നിന്ന് സമൂഹം അകന്നു പോകും. കാരണം ഇതിൽ നിന്ന് ഈ ബോധവൽക്കരണ യജ്ഞമൊക്കെ നടത്തി കുട്ടികളെ, ചെറുപ്പക്കാരെയൊക്കെ ഇതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളൊരു ആത്യന്തിക ലക്ഷ്യത്തെക്കാളും ഇതാണ് വളരെ പ്രധാനം എന്നുള്ള രീതിയിൽ സൊസൈറ്റി മാറുന്നു. നമ്മൾ ഷിഫ്റ്റ് മാറുന്ന ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ കേട്ട വാർത്ത പൂത്തിരി എന്ന പേരിൽ MDMA ഓണം വിപണി ലക്ഷ്യമിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഘട്ടത്തിൽ ശ്രമങ്ങൾ ആഞ്ഞു നടത്തുമ്പോഴും ഒരുപക്ഷെ നമ്മളെക്കാൾ ശക്തരായ ഒരു മാഫിയാണ് ഉറപ്പായ ഒരു നമ്മളെക്കാൾ നമ്മളിപ്പോൾ ബോധവൽക്കരണത്തെ അതിജീവിക്കാൻ ശക്തരായ മാഫിയാണ്. ആ മാഫിയ ഒരു MDA പിടിച്ചു. അപ്പോഴാണ് ഈ പുത്തിരി എന്ന പേരിൽ സാധനം വരുന്നുണ്ട്. എന്നാൽ ഒരു ബൾക്ക് എമൗണ്ട് ഓർഡർ ലക്ഷ്യമിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. പൂത്തിരിയെ കുറിച്ച് അറിയാവുന്ന പ്രേക്ഷകരെല്ലാം ഉണ്ടെങ്കിൽ ലൈവ് വന്നോട്ടെ, അല്ലെ? നമുക്കൊരു വാട്സ്ആപ്പ് നമ്പർ കാണിച്ചു കൊടുക്കും അവർക്ക് ലൈവ് വിളിക്കാൻ. അപ്പോൾ ഒരു ലൈവ് വിളിച്ചാലേ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇത് ഈ അനുഭവസ്ഥർ എവിടെയെങ്കിലും കാണും. പറഞ്ഞു വന്ന ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആരംഭശൂരത്വം എന്നൊരു അങ്ങ് നിർത്തിക്കളയാൻ പറ്റിയ സംഗതിയല്ല ഇത്. നമ്മൾ ഓരോ ദിവസവും എന്നോണം പൂർവാധികം ശക്തിയിൽ അടിച്ചടിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൂ. അത് പറയായിരുന്നു. തീർച്ചയായിട്ടും നമ്മള് കരുത്തരായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ ദിവസവും നമ്മൾ ഈ പരിപാടി അതുണ്ട്. അത് അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകണം. അപ്പോൾ ഈ ജ്യോതിർഗമയ SKN40 ജ്യോതിർഗമയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്നു. കാസർഗോഡ് അഡീഷണൽ SP CM ദേവദാസൻ അത് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടി വലിയ വിജയമായി എന്നാണ് കാസർഗോഡ് പറയുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി CM ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയെ രക്ഷപ്പെടുത്തി നല്ലൊരു ഉത്തമ പൗരന്മാരായി വളർത്തുന്നതിന് ഇത്തരം ക്ലാസ്സുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനുമൊക്കെ സഹായകരമായ ദൗത്യമാണ് 24 ഏറ്റെടുത്തിരിക്കുന്നതെന്നും പുതുതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത്. 24 ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഇതിൻ്റെ 2ാം ഘട്ടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ച് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും അതിനെതിരെ പോലീസും എക്സൈസും ഒക്കെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. 24ന്റെ ജ്യോതിർഗമയ പദ്ധതി ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ലഹരി പ്രതിരോധത്തിന് ഊർജം നൽകുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ VS അനിൽകുമാർ. ശ്രീകണ്ഠനാഥ് സാറിൻ്റെ ഒരു ലഹരി വിരുദ്ധ സന്ദേശം കേരളമെമ്പാടും നടത്തുകയാണ്. 1000 ലഹരി വിരുദ്ധ ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഉദ്ഘാടനം നമ്മുടെ കോളേജിലാണ് നടക്കുന്നത്. നമ്മുടെ കോളേജിനെ ഇത്തരമൊരു സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടന വേദിയായി തിരഞ്ഞെടുത്തതിൽ 24 ന്യൂസ്
ഭാരവാഹികളോട് ഞാൻ കോളേജിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. പരിപാടിയെ അഭിനന്ദിച്ചും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും വിദ്യാർത്ഥികളും രംഗത്തെത്തി. നിങ്ങളെ ക്ലാസ്സുകൾ ഇനിയും വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലഹരിക്ക് എഡിറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് ഇനിയും വെക്കണം. 24 ന്യൂസ് ചാനൽ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ് ഇനിയും പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒന്നിച്ച് മയക്കുമരുന്ന് എതിരെ പോരാടാം. വളരെ നന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെയാണ് കൂടുതലും മയക്കുമരുന്നിലേക്ക് അഡിക്റ്റായി പോകുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോളേജിൽ ഈ ഒരു പരിപാടി വെച്ച് തന്നെ വലിയൊരു നേട്ടമായി നമ്മൾ കാണുന്നു. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലായി 100 ലഹരി വിരുദ്ധ ക്ലാസുകളാണ് SKN40 രണ്ടാം ഘട്ടത്തിലൂടെ സംഘടിപ്പിക്കുന്നത്. 24 കാസർഗോഡ്. എന്തായാലും ഡോക്ടർ അനിൽകുമാറിനെ പോലെ കാസർഗോഡ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമ്മളെ സഹായിച്ച എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത്, അതുപോലെ നമ്മുടെ അവിടുത്തെ SP CM ദേവദാസൻ, അത് എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. അവിടുത്തെ കുട്ടികളെയും. നിങ്ങൾ വളരെ സജീവമായിട്ട് ഇതിലൊക്കെ പങ്കെടുത്തല്ലോ, സന്തോഷം. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കരുത് കേട്ടോ. നമുക്ക് ഒന്നിച്ച് നമ്മൾ ഇങ്ങനെ ജോയിൻ്റായിട്ട് പോകേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ എന്നെ ഒരു +2 വിദ്യാർത്ഥി വിളിച്ചു, നാളെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ താല്പര്യം നോക്കിയിരിക്കുന്നുണ്ട്. എന്താണ് എപ്പോഴും വിളിക്കുന്നത്? അരിഗോവിന്ദനാണോ? അരിഗോവിന്ദനല്ല, വേറെ അപ്പോൾ സ്മിത, നമുക്ക് നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് പ്രേക്ഷകരുടെ ഇൻവോൾവ്മെന്റും വേണം. അതുപോലെ ഇതിൽ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരോ അല്ലെങ്കിൽ വ്യാപാരത്തിൽ നിന്ന് പിന്മാറിയവരോ ഇപ്പോഴും ഇതിൻ്റെ കരിയറായി നടക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. 0484 28330510. നമ്പർ ഒരിക്കൽ കൂടി 0484 28330510. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ലൈവാണ്, ഈ ലൈൻ ഓൺ ആക്കിയിട്ടിരിക്കാം. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് നമ്മോട് സംസാരിക്കാം. നിങ്ങളുടെ പ്രതികരണവും ഈ പരിപാടിയുടെ ജീവനും ആത്മാവുമായിട്ട് മാറും. സ്മിത, ഇനി നമ്മളെങ്ങോട്ട് പോകും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഹാഷ്മി പറഞ്ഞില്ലേ, ഓണ വിപണിയിലേക്ക് മാത്രമായിട്ട് ലക്ഷ്യമിട്ട് ലഹരി. അതെ, പൂത്തിരി. അപ്പൊ അതുപോലെ പൂത്തിരി ഓണായി. അപ്പൊ കോഡ് കണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം നനയാത്ത പൊതിഞ്ഞ് എവിടെ കൊണ്ടുവെക്കും, പിന്നെ പൈസ പൈസ വേറെ വഴിയാ. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിക്കാം, നമ്മളെ അറിയിക്കാം. അതിനുള്ള അടുത്ത നടപടികളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകാം. കാരണം ഒരാളുടെ ഒരു ചെറിയ എഫേർട്ട് പോലും മതി ഇത്രയും വലിയ പൂത്തിരി കത്താൻ നമ്മൾ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ഈ ഡാർക്ക് നെറ്റ് അല്ലേ, ഡാർക്ക് വെബ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണം കടത്തിക്കൊണ്ട് പോകാം എന്ന് തീരുമാനിച്ചാലും പിടിവീഴും. വിവരമുള്ളവർ പോലീസിലും ഉണ്ട്. SKN നമ്മളിങ്ങനെ പറയും, കുട്ടികളെ മറ്റു കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടണം. അപ്പോൾ കായിക ലോകത്തേക്കായാലും അല്ലെങ്കിൽ വായനയുടെ ലോകത്തേക്ക്, വായന മരിക്കുന്നു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ലഹരികളുണ്ട്. അതൊരുപാട് ജീവിതം തന്നെ ആനന്ദമാക്കാൻ എത്ര പോസിറ്റീവായിട്ടുള്ളതാ. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ലഹരിയെ തുരത്തി കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലേക്ക് യുവതയെ നയിക്കാൻ വർഷങ്ങളായി പരിശ്രമം നടത്തുന്ന ഒരു ഗ്രന്ഥശാലയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് കൊളത്തറയിലെ ശിവദാസ് സ്മാരക ഗ്രന്ഥശാല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലഹരി വിരുദ്ധ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞതാണ്. വളരെ സന്തോഷം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കൊളത്തറയിലാണ്. നഗരത്തിൽ നിന്ന് അധികം ദൂരെയുള്ള പ്രദേശമല്ല. ഈ നാട് ലഹരിയെ അകറ്റി നിർത്തുന്നതിൽ ഈ ഗ്രന്ഥശാലയ്ക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മുന്നൂറോളം സ്ഥിരം അംഗങ്ങൾ, അതിൽ തന്നെ വനിതാവേദി, യുവജനവേദി, ബാലവേദി, അക്ഷരസേന എന്നീ വിഭാഗങ്ങൾ. കൊളത്തറയ്ക്ക് അഭിമാനിക്കാനേറെയാണ് ഈ ഗ്രന്ഥശാല. അപ്പോൾ നമ്മളെ ഈ ലൈബ്രറിയിൽ കുറേ, നമ്മളെ ഇവിടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്, ആത്മവിദ്യാസംഘ UP സ്കൂളുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വരാറുണ്ട്, ബുക്സൊക്കെ കളക്ട് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈബ്രറിയിൽ വീടുകൾ തോറും ആഴ്ചയിൽ എല്ലാ വീടുകളിലും അവിടെ എത്തിക്കാറുണ്ട്. ഇവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പോൾ അവരെന്നെ വീടുകളിൽ എത്തിച്ച് വായനാശീലം കുറച്ചും കൂടി കൂടുതൽ ഇതാക്കാറുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, പുസ്തക ചർച്ച, മത്സരങ്ങൾ, കായിക പരിശീലനം, അങ്ങനെ ലഹരിയോട് വിട പറയാൻ യുവത്വത്തെ പ്രേരിപ്പിക്കുന്നതെല്ലാം നാട്ടിലെ ഈ ഗ്രന്ഥശാല ചെയ്യുന്നുണ്ട്.
അപ്പം കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ അത്തരം പരിപാടികൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പരിപാടികൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സമീപകാലത്ത് ഇവർ തന്നെ ചിട്ടപ്പെടുത്തിയ ലഹരിക്കെതിരായ നാടകം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സ്ത്രീകളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു നാടകം അവതരിപ്പിച്ചു. ബലൂൺ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അതിൽ ലഹരിക്കെതിരെയായിട്ടാണ് ഞങ്ങൾ ശബ്ദമുയർത്തിയത്. പിന്നെ അമ്മമാരിൽ നിന്നും തുടങ്ങണം. ശരിക്കും അമ്മമാർ സീരിയലുകൾ ഒഴിവാക്കി പിന്നെ അല്പസമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തണം. വീടുകളിലേക്ക് പുസ്തകം എത്തിച്ചു നൽകുകയും ആഘോഷവേളകളിൽ ഒന്നിച്ചു ചേരാനുള്ള അവസരമൊരുക്കിയുമൊക്കെ നാടിൻ്റെ കാവലാളാവുകയാണ് ഈ മാതൃകാ സ്ഥാപനം. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ഒരു കൊല്ലം നീളുന്ന ബോധവൽക്കരണ പരിപാടി തുടരുന്നു. ഇന്ത്യയിൽ മീഡിയയിൽ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞമായിരിക്കും നമ്മളും എല്ലാവരും ചേർന്ന് നടത്തുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ഗ്രഹസദസ്സുകളുള്ള മാതാപിതാക്കളും ഒക്കെ ഈ പരിപാടി കാണണം. പ്രത്യേകിച്ച് ഇതിൽ അടിപ്പെടാൻ സാധ്യതയുള്ളവർ തീർച്ചയായിട്ടും കാണണം. കുറച്ച് സമയം പോയാലും ജീവിതത്തിൽ 2 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കണമെന്നാണ് നമ്മുടെ വിചാരം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് നമ്മളിത് സംപ്രേഷണം ചെയ്യുന്നതിന് ഒരു കാര്യമായ ഉദ്ദേശമുണ്ട്. SKN40 ജ്യോതിർഗമയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് ഇതിൽ പെട്ടുപോകുന്ന ആളുകളെ മോചിപ്പിച്ചെടുക്കുക നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് കുട്ടികളെ തീർച്ചയായിട്ടും വീട്ടമ്മമാരും അച്ഛന്മാരും ഇത് കാണിക്കണം. ഈ വെറുപ്പെന്ന വികാരം നല്ലതല്ലെന്ന് പറയും. ചില വെറുപ്പ് നല്ല സ്കേൻ. ഇത് കേട്ട് ഇതിനോടൊക്കെ വെറുപ്പ് വരണം. കുട്ടികൾ തോന്നിക്കഴിഞ്ഞാൽ സ്നേഹമാവോ സിനിമ പറഞ്ഞു ആവാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ ഓടാൻ പറ്റുന്ന തോന്നുന്ന രീതി മാനസികാവസ്ഥ നമ്മുടെ ലഹരി ഷിഫ്റ്റ് ചെയ്യാമല്ലോ, ഒരുപാട് മറ്റു കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ്. നേരത്തെ നമ്മൾ ലഹരിയെ പറ്റി പറഞ്ഞു, പലതരം ലഹരികളെ പറ്റി പറഞ്ഞു. അതിലൊരു ലഹരിയാണ് ക്രിക്കറ്റ് ലഹരിയിൽ ആരാധകരുടെ വേറൊരു ലഹരിയാണ് ചേതേശ്വർ പൂജാര. പക്ഷേ ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്നുള്ളതാണ് ആരാധകർക്ക് നൽകാനുള്ള സങ്കട വാർത്ത. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും നിന്നും വിരമിക്കുന്നതായി പൂജാര എക്സിലൂടെ അറിയിച്ചു. 103 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 7195 റൺസ് നേടിയിട്ടുണ്ട്. 19 ടെസ്റ്റ് സെഞ്ചുറികൾ, 35 അർദ്ധ സെഞ്ചുറികൾ നേടി. 2010 അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ച പൂജാര 5 ഏകദിന മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ആഷ്മി, നമുക്ക് ക്രിക്കറ്റിൻ്റെ ലഹരിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇനി കൃഷി ലഹരിയാക്കിയ ഒരു സംഭവമാണ്. കൃഷി ലഹരിയാക്കിയ ഒരു 17-കാരൻ്റെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ കഥ നടക്കുന്നത് സംബുശൻ്റെ മോഡലിൽ പറഞ്ഞു കഴിഞ്ഞാൽ +2 വിദ്യാർത്ഥി പുൽപ്പള്ളിയിലെ സൂര്യൻ്റെ കഥയിലേക്കാണ് പോകുന്നത്. അച്ഛനമ്മമാരിൽ നിന്ന് പഠിച്ചെടുത്ത കൃഷിപാഠം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കൊച്ചുമിടുക്കനാണ് സൂര്യൻ. ഓണവിടി ലക്ഷ്യമിട്ട് സൂര്യൻ കൃഷി ചെയ്ത ചെണ്ടുമല്ലി തോട്ടം നമുക്കൊന്ന് കാണണ്ടേ. മിടുക്കനാണ് ഇവൻ. സൂര്യൻ എന്നാണ് പേര്. പ്രായം 17 വയസ്സ്. പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. പുൽപ്പള്ളിയിൽ വാടക വീട്ടിലാണ് താമസം. വീടിനോട് ചേർന്ന് പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ ഭൂമിയിലാണ് ഈ ഓണം ലക്ഷ്യമിട്ട് പൂക്കൃഷി ചെയ്തത്. ഇതൊന്ന് നമ്മൾ നട്ട് ഒന്ന് നോക്കണം. ഒരു ചെടി നമ്മളൊന്ന് വെച്ച് അതിന്റെ ഇല വരുന്നുണ്ടോ, മുട്ട് വരുന്നുണ്ടോ നോക്കുന്നതനുസരിച്ച് പിന്നെ അതിന്റെ പുറകെ നിന്ന് മാറില്ല. നമ്മൾ വേറൊന്നിന്റെയും പുറകെ പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, നമ്മൾ ചിന്തിക്കൂല. ഞാൻ തന്നെ ഒരു കബഡി കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ആ ഒപ്പം തന്നെ ഇത് ഞാൻ ചെയ്തു വന്നു. അങ്ങനെ വന്നപ്പോൾ ഇതിപ്പോൾ ലഹരിയാണ്. ഇതിൻ്റെ അന്ന് കയറാൻ തോന്നുന്നത് നല്ല മണവും. ഇവിടുന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇതാണ് ഉന്മേഷമാണ് രാവിലെ എണീറ്റ് വരുന്നത്. അച്ഛൻ ശശിയും അമ്മ സനിതയും കൃഷിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പാതയിലാണ് സൂര്യനും സഹോദരൻ സൂരജും. പുൽപ്പള്ളി പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വാഴയും ചേനയും കാച്ചിലും പയറും വിളയിച്ച സൂര്യന് ചെണ്ടുമല്ലി കൃഷി ഇത് ആദ്യാനുഭവം. ഇതിപ്പോൾ ഒരു ആദ്യമായിട്ട് ചെയ്തതാണ് ബന്ദി കൃഷി. നല്ല രീതിക്കുള്ള വിളവും ഉണ്ടായി. എല്ലാം കൊണ്ടും നല്ല സന്തോഷമായി. പയ്യമ്പള്ളി സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്താണ് പ്രധാന കരുത്ത്. പശു വളർത്തൽ ഉൾപ്പെടെയുണ്ട് സൂര്യന്. ലഹരി വഴിയിലേക്ക് മാറുന്ന യുവത്വത്തോട് സൂര്യന്റെ മറുപടി ഇതാണ്. ഇത് തന്നെ, കൃഷി മാത്രമാണ് ഒരു ലഹരിയായി കൊണ്ടു നടക്കുക. കൃഷി ഒരു ലഹരിയാണ്, 100% കൃഷി ഒരു ലഹരിയാണ്. എല്ലാവരും കൃഷിയിലേക്ക് വരണം തന്നെയാണ്. കൃഷി ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൃഷി എന്ന് പറയുന്ന സംഭവം മറന്നു. വയനാട്ടുകാർ പണ്ട് മുതലേ പഠിപ്പിക്കുന്ന കാര്യമാണ് കൃഷി എന്ന് പറയുന്ന സംഭവം.
24 വയനാട്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി അഖിലേന്ത്യാ പര്യടനം നടത്തുകയാണ്. മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം ബൈക്ക് ലേഡി ഷൈനിയാണ് ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. രാജ്യത്തെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ലഹരിക്കെതിരായ ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ് ഷൈനിയുടെ ലക്ഷ്യം. SKN40 ലഹരി വിരുദ്ധ മുന്നേറ്റത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് ബൈക്ക് റൈഡർ ഷൈനി. മാസങ്ങൾ കൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തലസ്ഥാനങ്ങൾ താണ്ടിയാണ് യാത്ര. മുൻകൂട്ടി നിശ്ചയിച്ച സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഞാൻ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസ് ഉണ്ട്, അതുപോലെ JCI YMCA പോലുള്ള സംഘടനകളും കമ്മ്യൂണിറ്റികളും റൈഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നായിരിക്കും ഞാൻ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. ക്ലാസ്സുകളായിരിക്കും കൂടുതൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 24 ന്യൂസിലെ ശ്രീകണ്ഠൻ സാറിൻ്റെ കൂടെ തന്നെ ഈ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഞങ്ങളുടെ ക്ലബ്ബ് ഡോൺലെസ് റോയൽ എക്സ്പ്ലോറാണ് അതിന് മുൻനിരയിൽ നിന്ന് ആ യാത്ര നടത്തിയത്. എന്തായാലും അതോടൊപ്പം ചേർന്ന് ഒരു കുഞ്ഞ് ഞാനായ ഇത്രയും വലിയ ടീമിൻ്റെയോടൊപ്പം നിന്ന് ഒരു സൈഡ് വഴി എനിക്കും അത് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തവണ ഷൈനിക്ക് കൂട്ടായി ആദ്യത്തെ 50 ദിവസം റൈഡർമാരായ ഉമാ മഹേഷും നിഷി ഖാനുമുണ്ട്. ഇവരുടെ ഫസ്റ്റ് ഓൾ ഇന്ത്യയാണ്. അതായത് ഇവർ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിക്കേണ്ട എൻ്റെ കടമയാണ്. പക്ഷേ ഞാൻ പാതി വഴിയിൽ ഇറക്കി വിടും. ഷൈനിയുടെ യാത്രയ്ക്ക് കേരളത്തിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയുടെ സഹകരണം ഉണ്ടാകും. ലഹരിക്കെതിരെ യുവജനങ്ങളിൽ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ആലോചിക്കുമെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ S. വിനോദ് കുമാർ. സബ്സ്റ്റൻസ് അബ്യൂസിനെ മാറ്റി നിർത്തിക്കൊണ്ട് റൈഡ് അല്ലെങ്കിൽ യാത്ര ഒരു ലഹരിയായിട്ട് എടുക്കുക, അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിമുക്തി മിഷൻ്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നതാണ്. യാത്രയുടെ ഫ്ലാഗ് ഓഫ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജ് നിർവഹിച്ചു. തിരുവനന്തപുരം. ആഷ്മിയെ ഓർക്കുന്നുണ്ടാവും, ഈ ഷൈനി നമ്മുടെ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബൈക്ക് റൈഡർ ഷൈനി ഇന്നലെ എന്നെ ഒന്ന് ഞെട്ടിച്ചു. ഞാൻ എന്നോട് യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടല്ലേ വഴിമധ്യേ പോകുമ്പോൾ? എവിടെ, ഒരു പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, പൈസ ഇല്ലാതെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, താമസിക്കാൻ പൈസ അതാരെങ്കിലും തരുമായിരിക്കും, ഒരു ഉറപ്പുമില്ല ആര് തരുമെന്ന്. വഴിയെ പോകുന്ന ആരുടെയെങ്കിലും പ്രതീക്ഷ അല്ലേ, ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും നല്ലൊരു ഉദ്ദേശമായിട്ടാണ് ഷൈനിയുടെ ഈ ബൈക്ക് യാത്ര. ഷൈനിയുടെ ആദ്യമല്ല, പല സമയത്തും. മാത്രമല്ല മകനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരണമെങ്കിലും ബൈക്കിലിങ്ങ് പോരും. എപ്പോഴും അവരുടെ ജീവിതവും ബൈക്കിൽ ചേർന്നാണ്. ബൈക്ക് ഷൈനിയാണ്. അപ്പോൾ അത്യാവശ്യം യാത്രാ ചെലവിനും താമസത്തിനും ഒക്കെ ചില്ലറ അയച്ചു കൊടുക്കണമെന്ന് ആർക്കെങ്കിലും നല്ല മനസ്സുകൾക്ക് തോന്നിയാൽ അത് ചെയ്യാൻ കേട്ടോ, അവർക്ക് വിരോധമില്ല അല്ലേ, അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല പിന്നെ ഞാനൊരു ഉറപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സ്മിത. അതായത് അവരോട് ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും പട്ടിണിയാകും എന്ന് തോന്നലുണ്ടായാൽ ആ തോന്നൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി എന്നെ വിളിക്കുക. പട്ടിണി പരിഹരിക്കാനുള്ള നടപടി നമ്മൾ എടുത്തിരിക്കും. സ്വന്തം മണ്ഡലത്തെ ലഹരിമുക്തമാക്കാൻ പ്രയത്നിക്കുന്ന MLA കുറിച്ചാണത്. കോളേജ് വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് MLAയുടെ പ്രവർത്തനം. ഓരോ വീടും കയറിറങ്ങിയാണ് കുട്ടികളും കുടുംബശ്രീ പ്രവർത്തകരും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതാണ് ആ മണ്ഡലം എന്നല്ലേ, ഏതാണ് MLA എന്നല്ലേ, റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. റോഡ്, പാലം, വൻകിട കെട്ടിടങ്ങൾ, ഹൈമാസ് ലൈറ്റുകൾ, ഇത്തരം വികസന പദ്ധതികളാണ് സാധാരണയായി മണ്ഡലങ്ങളിൽ MLAമാർ കൊണ്ടുവരാറ്. എന്നാൽ വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു MLA ഉണ്ട് കേരളത്തിൽ. ആ മണ്ഡലത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഞാൻ പറഞ്ഞ അത്തരം പ്രത്യേകതയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു MLA, കാട്ടാക്കട മണ്ഡലത്തിൻ്റെ MLA IB സതീഷ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. MLA, എനിക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും പ്രത്യേകതയുള്ള വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം ചില സർവേകൾ, ചില പഠനങ്ങൾ ഒക്കെ നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് ഈ കാട്ടാക്കട എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനാണ് MLAയുടെ നേതൃത്വത്തിൽ MLA ഈ വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
ഞാൻ നിൽക്കുന്നത് മലയൻകീഴ് മാതാകവി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലാണ്. ഈ കുട്ടികളാണ് കേരളത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ചെന്ന് 3 ദിവസം താമസിച്ചു. ആ ഗ്രാമങ്ങളെക്കുറിച്ച് പഠനം നടത്തി. ലഹരിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ആ വാർഡുകളിൽ, ആ പ്രദേശങ്ങളിൽ അവർ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരായ ബോധവൽക്കരണവും ലഹരിയുടെ സാന്നിധ്യം തിരിച്ചറിയലും ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാട്ടാക്കട മണ്ഡലത്തിൻ്റെ നെറുകയിൽ 20 കിലോമീറ്റർ ഞങ്ങൾ മാനവ ശൃംഖല തീർത്തു. മയക്കുമരുന്നില്ലാത്ത കാട്ടാക്കട, മയക്കുമരുന്ന് കാട്ടാക്കടയിൽ വേണ്ട എന്ന ഏറ്റവും ഖണ്ഡിതമായ നിലപാടും അഭിപ്രായവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതിൻ്റെ തുടർച്ചയിൽ കുടുംബശ്രീ പ്രവർത്തകർ 1546 അയൽക്കൂട്ടങ്ങൾ ഒരു ദിവസം യോഗം ചേർന്ന് ദീപം കൊളുത്തി പ്രതിജ്ഞയെടുത്തു. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ പോരാട്ടം, കാട്ടാക്കടയിൽ മയക്കുമരുന്ന് വേണ്ട എന്ന ആ പോരാട്ടത്തിന് ഊർജം പകർന്നത്, തുടക്കം കുറിച്ചത് ഈ കുട്ടികളാണ്. MLAക്ക് ഇടവും വലവും നിന്ന ഈ ഒരു സൈന്യമാണ് ഇതിനു വേണ്ടി പൊരുതിയത്. അവരോട് കൂടി നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പോരാട്ടം? എന്താണ് എക്സ്പീരിയൻസ്? ഞങ്ങൾ ഏകദേശം 120ഓളം കുട്ടികളാണ് 3 ദിവസത്തോളം 50ഓളം വാർഡുകളിൽ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ പോരാടിയത്. ഞങ്ങൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ അടുത്ത് അവരുടെ സങ്കടം പറയുവാണ്. അവരുടെ കേൾക്കാൻ ഒരാൾ എന്നതായിരുന്നു അവർക്ക് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവരുടെ വീട്ടിലില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അവർ തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് എന്ന് അവർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അവരുടെയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാട്ടാക്കട ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് MLA IB സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലഹരി മുക്ത കാട്ടാക്കട എന്നുള്ള ഒരു സ്വപ്നം, അതിനപ്പുറം ലഹരി മുക്ത കേരളം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നിന്നൊരു തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ആഷ്മി, നമ്മൾ ആഷ്മിയുടെ ശ്രദ്ധ ഞാനൊരു പഴയ കാലത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മൾ കേരളത്തിലുടനീളം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തു. SKN40 സമയത്ത് 30 ദിവസം, ഇതേയും കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഈ 30 ദിവസങ്ങളിൽ ആഷ്മി ഏറ്റവും കൂടുതൽ തവണ കേട്ട പാട്ട് ഏതാ? ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ല ഒരു നാളും നാം. ശിരസുയർത്തി റിപ്പീറ്റ് ഉണ്ട്. ശിരസുയർത്തി അപ്പോൾ അത് 2 വരി ഒന്ന് പാടിയേക്കൂ. റെഡി 1 2 3. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ല ഒരു നാളും നാം. ബാക്കി അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് ആഷ്മിക്ക് അതിനകത്ത് ഒരു അനുഭവം ഉണ്ട് അല്ലേ? അതായത് തിരുവനന്തപുരം മുതൽ നമ്മളിത് എല്ലായിടത്തും കേൾക്കാണ്. കാസർഗോഡ് എത്തുമ്പോഴേ ശിരസുയർത്തി പറയുക 2 ഉണ്ട്. അപ്പൊ അത് കുറഞ്ഞത് അവിടെ കാസർഗോഡ് നമ്മൾ കുറഞ്ഞ 1000 മുകളിൽ തവണ കേട്ടുകൊണ്ട് ഇപ്പൊ. അപ്പൊ കാസർഗോഡ് നമ്മൾ അവസാന ലാപ്പാണ്. ലാസ്റ്റ് സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഒരു സുന്ദരിക്കുട്ടി. അപ്പോൾ കലാതലമൊക്കെയാണ്. അപ്പോൾ ടീച്ചറോട് മിടുക്കിയാണ് ഇവൾ എന്നാ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് ഭയങ്കര മിടുക്കിയാണ് അവൾ, ഭയങ്കര കലാപ്രതിഭയാണ്, സൂപ്പർ പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെച്ചു. അപ്പോൾ കുട്ടി ശിരസുയർത്തി പറയുക. എനിക്കതൊരു ചിരി വന്നിട്ടേ അതിന് കളിയാക്കാന്ന് തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നു കുഞ്ഞെ കളിയാക്കിയതല്ല. അത് അവിടെ വെച്ചിട്ട് ഇതുപോലെ അവര് റെഡിയാക്കി രാഗമൊക്കെ പിടിച്ച് റെഡിയാക്കി ശിരസുയർത്തി. പക്ഷെ അതൊരു ചലച്ചിത്ര ഗാനം പോലെ ഫേമസ് ആയി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ അർത്ഥമായ പാട്ടാ. അത് എഴുതിയ ആളിനെ നമ്മൾ നമിക്കണം. അദ്ദേഹത്തിന്റെ സല്യൂട്ടുണ്ട്. മാത്രമല്ല ഇത്തരം ശക്തമായ വരികൾ എഴുതിയതുകൊണ്ടും അതിനിങ്ങനെ നല്ല ട്യൂൺ കൊടുത്തുകൊണ്ടുമാണ് കേരളത്തിലുടനീളം ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് ഞാൻ എത്രയോ ദിവസം ഉറക്കത്തിൽ ഈ പാട്ടിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടിട്ട് കേട്ടിട്ട് ഉണർന്നിട്ടുണ്ട്. അപ്പൊ കാണാതറിയില്ല. പക്ഷെ അതൊരു നമ്മുടെ ഒരു ദേശീയ ഗാനമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിർഗമയ തുടരുകയാണ്. ഇന്ത്യൻ മീഡിയയിൽ ഏറ്റവും വലിയ ജനകീയ ബോധവൽക്കരണ യജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് നിങ്ങൾക്ക് ഈ പരിപാടി കാണാം. കുട്ടികളെ തീർച്ചയായിട്ടും ഈ പരിപാടി കാണിപ്പിക്കുകയും കേൾപ്പിക്കുകയും വേണം. കാരണം ഇതിനൊരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു QR കോഡിലൂടെ ലഹരിയെ തുരത്തിയ ഒരു നാടിന്റെ കഥ പറയാമോ? ഈ കഥ നടക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. മലപ്പുറം കൊണ്ടോട്ടി ചിറയിൽ പ്രദേശത്താണ് ലഹരിയുടെ ഉപയോഗവും വിപണനവും റിപ്പോർട്ട് ചെയ്യാൻ QR കോഡ് സംവിധാനം അവർ ഒരുക്കിയത്. ഇതോടെ വലിയൊരളവിൽ വിപത്തിനെ തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് നാട് പങ്കുവയ്ക്കുന്നത്. QR കോഡ് ഒരു ലഹരിയാക്കുക. QR കോഡ്
നാട്ടിൽ ലഹരിയുടെ ഉപയോഗം കൂടിയ സാഹചര്യത്തിലാണ് എങ്ങനെയും പിടിച്ചുകെട്ടണമെന്ന് ഗൗരവമായി കൊണ്ടോട്ടിക്കാർ ചിന്തിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേയുടെ ഭാഗമാണ് ചിറയിൽ ഭാഗം. ലഹരി സംഘങ്ങൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കൊണ്ടോട്ടി നഗരസഭയുടെ 28-ാം വാർഡിൽ 15-അംഗ ജാഗ്രതാ സമിതി ആദ്യം രൂപീകരിച്ചു. ലഹരിക്കെതിരെ കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംവിധാനമായ ന്യൂസോൺ സൂപ്പർ AI രഹസ്യ റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. QR കോഡ് കടകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം പ്രദർശിപ്പിച്ചു. ഇത് സ്കാൻ ചെയ്താൽ നേരെ വെബ്സൈറ്റിലേക്ക് പോകും. അയക്കുന്ന ആളിന്റെ ഫോൺ നമ്പർ പോലും അറിയാൻ കഴിയില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട ഫോട്ടോയോ വീഡിയോയോ ഇതുവഴി ഷെയർ ചെയ്യാം. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ലഹരിയെ തുരത്തിയ നാടായി മാറി ചിറയിൽ. AI സംവിധാനത്തിലുള്ള ഒരു സംവിധാനം, ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് വാർഡിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ AWH എഞ്ചിനീയറിംഗ് കോളേജിലെ അലൂമിനി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന നിലയ്ക്ക് അതിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ് നമ്മുടെ വാർഡിലേക്ക് നൽകിയാണ് അവർ ചെയ്തത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. വളരെ പോസിറ്റീവായ റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 20ഓളം പരാതികൾ വെബ്സൈറ്റിലേക്ക് വന്നു. അത് എക്സൈസിനും പോലീസിനും കൈമാറി. QR കോഡ് സംവിധാനത്തെ മുഖ്യമന്ത്രി വരെയുള്ളവർ അഭിനന്ദിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ മുഴുവനായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഈ സംവിധാനം മാറ്റാൻ കഴിയും. 24 മലപ്പുറം. ഇനി നമുക്കൊരു കുട്ടിക്കൂട്ടത്തിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലഹരിക്കെതിരെ അണിനിരന്ന കുട്ടിക്കൂട്ടം. കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി എത്തിയിരിക്കുന്നത് എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. കുട്ടികൾ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു സ്കിറ്റ് അവർ അവതരിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി. വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ചേട്ടാ, ഇന്നലത്തൊന്നും മിഠായില്ലേ? അയ്യോടാ, തീർന്നു പോയല്ലോ. ഇനി നാളെ വരുമ്പോ മോനെ പൈസ കൊണ്ടുതന്നെ, എന്നാലേ തരോളൂ. 2000 രൂപ കൊണ്ടുവന്നാ 2 എണ്ണം തരാം. 2000. അപ്പൊ അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നാളെ വരാം. ചേട്ടാ, ഇന്നലെ തരാന്ന് പറഞ്ഞ സാധനം അടങ്ങുവാനേ തരാ. പൈസ ഇതേ ആദ്യം മോൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇത് ഇങ്ങനെ ചെയ്തോക്കുന്നോ? അല്ലെങ്കിൽ വേണ്ട, മോൻ തന്നെ എടുത്തോ. ചെയ്യടാ. കണ്ടില്ലേ അവന്റെ കൈ ഇറക്കുന്നത്? വലിക്കടാ. എനിക്ക് തലയൊക്കെ വേദന എടുക്കണം. അതൊക്കെ ആദ്യം ഉണ്ടാവും, അതൊക്കെ പൊയ്ക്കോളും. ഞാൻ പോണം. മാറ്. എന്റെ മുമ്പിൽ ആര് തടസ്സായി നിന്നാലും ശരിയാക്കും ഞാൻ. അയ്യോ, എന്റെ മോളെ, എനിക്ക് എന്താ പറ്റിയത്? മാറ്. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കാണാതെ ഞാൻ പോയി. ഇനി ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല. ഞാൻ മാത്രമല്ല, നിങ്ങളും. ലഹരിയാവാം നമ്മുടെ കളികളോട്, നൃത്തത്തോട്, വായനയോട്, പിന്നെ മനോഹരമായ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തോട്. എന്തായാലും കുട്ടികൾ ഇതിനകത്ത് നിന്ന് പറയുന്ന മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഈ മിഠായി പോലെ, സ്കൂൾ മിഠായി പോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങിക്കരുത്. നോ എന്ന് പറയാൻ പഠിക്കുക. അവർക്ക് ഇത്തിരി അലോസര വിഷമം ഉണ്ടാക്കിയാലും അത് പ്രശ്നമില്ല. ഇതുകൊണ്ട് ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ സ്നേഹത്തോടെ അവർക്ക് എന്തെങ്കിലും വാത്സല്യത്തോടെ കൊടുക്കുമ്പോൾ അവർ വാങ്ങുന്നില്ല, അവരുടെ പെരുമാറ്റം മോശമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും ഈ കാലത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നോ, എനിക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ ധൈര്യപ്പെടണം. അതുതന്നെയാണ് ഈ കുട്ടികൾ നന്നായിട്ട് അവതരിപ്പിച്ചു. ഞാൻ അതിലൊരു ശോഭനയെ കണ്ടു. അശ്വിൻ കണ്ടല്ലോ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും മിടുക്കരാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
എസ്കെൻ, ഈ ലഹരി സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ വലിയ ദ്രോഹമാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്നതെന്ന് അത് ഉപയോഗിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. വ്യായാമങ്ങളിലും ഫിറ്റ്നസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവാക്കൾ നമുക്ക് പ്രചോദനവും വലിയ പ്രതീക്ഷയുമാണ്. കോഴിക്കോട് പാവങ്ങാട്ടെ ബെസ്റ്റ് ലൈഫ് ഫിറ്റ്നസ് സെന്ററിലേക്കൊന്ന് പോയി വരാം. നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ ലഹരി കാർന്നു തിന്നുമ്പോൾ ഫിറ്റ്നസ്സാണ് ഞങ്ങളുടെ ലഹരി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾക്കിടയിലാണ് ഇന്ന് 24 ഉള്ളത്. ഇന്നത്തെ യുവതലമുറ ഏർപ്പെടുന്നൊരു പ്രശ്നമാണ്, വളരെയധികം ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഡ്രഗ്സ്. ഫിറ്റ്നസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ ഒരു ഡ്രഗ്സിന് അടിമയാവില്ല. കാരണം എന്താ, അവരുടെ ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുടെ സ്പോർട്സാണ്, അവരുടെ ഫിറ്റ്നസ്സാണ്. ഒരു ശരീരം നോക്കുന്ന ഒരു യുവാവ് ഒരിക്കൽ പോലും ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്നും തോന്നുന്നില്ല. കാരണം ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുടെ വർക്കൗട്ട്, അതായത് ശരീരം ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ, അതായത് മെൻ്റലി, മെയിനായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റലി ചേഞ്ചസ് വളരെ പ്രധാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും മെൻ്റൽ ഹെൽത്തും വളരെ ക്ലോസ് റിലേറ്റഡ് ആണ്. ആസ് പെർ സൈക്കോളജി നോക്കുകയാണെങ്കിൽ നമ്മളെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ്, പോസിറ്റീവ് ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒക്കെ, ഡോപ്പമൈൻ പോലുള്ള ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ച് നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പേഴ്സണാലിറ്റിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ആക്ച്വലി ഈ ഒരു മേഖലയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണ് ഈ പറയുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന, ക്വിക്കായിട്ട് കിട്ടുന്ന ഈ പറയുന്ന ഹാപ്പിനെസ്സിലേക്ക്, ലഹരി പോലുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നില്ല അവർ എത്രത്തോളം തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് കടന്നു പോകുന്നതെന്നുള്ളത്. പിന്നെ പിടിച്ചാൽ കിട്ടൂല. എൻ്റെ ഇപ്പോൾ ബേസിക്കലി ഞാൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഫിറ്റ്നസ് ചെയ്യുന്നുണ്ട്, അതേപോലത്തെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു സിംഗറാണ്. അപ്പോൾ എനിക്ക് ഈ മൂന്നാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്ത് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഫിറ്റ്നസ്സാണ്. നമ്മൾ എവിടെ പോയി നിൽക്കുമ്പോഴായാലും നമുക്കൊരു കുറച്ചൊരു ഇത് വേണമെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് ആയിട്ട് മെയിൻലി വേണം. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് കളഞ്ഞു മാറ്റാം. ഡ്രഗ്സ് എന്നുള്ള സംഭവം തന്നെ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളെ ഹെൽത്ത് നോക്കുക. അതാണ് എനിക്ക് മെയിൻലി നമ്മൾ യൂത്തിനോട് പറയാനുള്ളത്. നമ്മൾ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എങ്ങനെയായാലും ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നും പോസിബിൾ അല്ലല്ലോ. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. എന്തായാലും ഈ ജിമ്മിലൊക്കെ പോവുകയും ഫിറ്റ്നസ് സെൻ്ററിലൊക്കെ പോവുകയും ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചല്ലോ. അത് കാര്യം മനസ്സും ശരീരവും ചില ബന്ധങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഇങ്ങനെയൊക്കെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ ഈ ലഹരിക്കൊന്നും അടിപ്പെടാറില്ല. അവർ ലഹരി അതാണ്. ഒന്ന് അകപ്പെട്ടാൽ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം വലിയ വിപത്താണ് മയക്കുമരുന്ന്. ആ കാര്യത്തിൽ സംശയമില്ല. മയക്കുമരുന്ന് മഹാവിപത്താണ്. ചെറിയ കുട്ടികളിൽ നിന്ന് ബോധവൽക്കരണം തുടങ്ങുക എന്ന് തന്നെയാണ് ഈ വലിയ വിപത്തിനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് വിവരമുള്ള ആൾക്കാർ പറയുന്നത്. അത്തരത്തിൽ മനസ്സിനെയും ശരീരത്തെയും കരാട്ടയിലൂടെ ശക്തിപ്പെടുത്തുകയാണ് ഷൂറൈഡോ മാർഷൽ ആർട്സ് അക്കാദമി. ഈ അക്കാദമിയുടെ പേരും ഒരു ഷുറൈഡോ ആണ് അല്ലേ? ഷുറൈഡോ. ഇതൊരു സാധാരണ കരാട്ടെ ക്ലാസ് അല്ല. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അത് കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്തുന്നു. മറ്റു ചിന്തകളിലേക്ക് മനസ്സ് വ്യതിചലിക്കാതെ മനസ്സും ശരീരവും ഒരുപോലെ പാകപ്പെടുത്തുകയാണ്. രാസലഹരിയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും കടക്കാൻ നിൽക്കരുത്. നമ്മൾക്കുണ്ടാകുന്ന ലഹരി എന്താണ്? കരാട്ടയുമായി ബന്ധപ്പെട്ടത്, ഫുട്ബോൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ സുഹൃത്തുക്കൾക്കോടൊപ്പം ഇരുന്ന് തമാശ പറയുന്നതാണെങ്കിൽ അത്, നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും കുടുംബത്തോടൊപ്പമാണ് ഭക്ഷണം കഴിക്കാറ് ആണോ? കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കെന്താ പല സംഗതി ഷെയർ ചെയ്യാം, സംസാരിക്കാം. മിണ്ടാതിരിക്കാതെ നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ മക്കളൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതെ ഭക്ഷണം കഴിക്കുമോ? ഇല്ല. എല്ലാവരും പരസ്പരം സംസാരിച്ചിരിക്കില്ലേ? എല്ലാം ലഹരിയാണ്. അതാണ് ലഹരി. യഥാർത്ഥ ലഹരി എന്ന് പറയുന്നതാണ്. രാസലഹരി എന്ന് പറയുന്ന സംഗതിയിലേക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു പടി മുന്നോട്ട് വെക്കാൻ നിൽക്കരുത്.
അടിക്കടിയുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഇവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം പ്രതിരോധവും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ ഒരാൾ എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ സെൽഫ് ഡിഫെൻസ് പോലെ അവരെ ബ്ലോക്ക് ചെയ്ത് കൈ മാറ്റി വിടും. എന്നിട്ട് ആരോഗ്യം വർദ്ധിക്കാനും സെൽഫ് ഡിഫെൻസിനും വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലികളും നടത്തുന്നുണ്ട്. ഇവർ ചെയ്യുന്ന എക്സസൈസിലൂടെയും ഇവർ ചെയ്യുന്ന ഇതിലൂടെ അവർ നമ്മുടെ ബോഡിയെ ബഹുമാനിക്കുന്നു. അതിലൂടെ അവർ അചഞ്ചലമായ ഒരു മനസ്സിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ മനസ്സ് കെട്ടിപ്പടുത്ത് ഉയർത്തുന്നു. അതോടൊപ്പം അവർ എന്ത് ചെയ്യുന്നു, ലഹരി മുക്ത മനോഭാവത്തിലേക്ക് അവർ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അടുത്തിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ലഹരിക്ക് അടിമപ്പെട്ടുണ്ടാകുന്ന അക്രമ സംഭവങ്ങളാണ്. അതിൽ നിന്നെല്ലാം എങ്ങനെ സ്വയം പ്രതിരോധിക്കാം എന്നതിൻ്റെ പാഠങ്ങൾ കൂടി ഇവിടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ മൗനം അത് ശരിയല്ല. അപ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി മാറി നിൽക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് സംശയമില്ല. കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ എൻ്റെ അനുഭവം ഒക്കെ പി.ടി. തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ്. പി.ടി. തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ പുരോഗതിക്കായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം, നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്ത ആളാണ്. ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത്. ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം. ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ തന്നെ KC പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റം ഉണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നാണ്. അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് നേരെയുള്ള? അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ. തീർച്ചയായിട്ടും ഞാൻ ഈ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നതെന്നുള്ളതാ. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ? ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ്, ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും, ഇല്ലേ? എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. അതെനിക്ക് പറയാൻ വയ്യ. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്ത കാര്യം റിയാക്ട് ചെയ്യാൻ വയ്യ. ഓക്കെ, അപ്പോൾ കുമാർ തോമസ് MLA കൃത്യമായി തന്നെ പറയുന്നു രാജിവെക്കണം, രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയുന്നു. ഇന്നലെ പ്രതികരിക്കാത്തത് ഇന്നലെ തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അത് ഉണ്ടാവാത്ത അതൃപ്തി കൂടി കുമാർ തോമസ് വാക്കുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. SK ലഹരി മാഫിയയെ പാട്ടിലൂടെ ചെറുത്ത് തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി ഫിറോസ് ഖാൻ. രാക്ഷസലഹരി എന്ന പേരിൽ പുറത്തിറക്കിയ സംഗീത ആൽബവുമായാണ് ഫിറോസ് ഖാന്റെ ബോധവൽക്കരണം. ലഹരി സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ വിപത്തിന്റെയും നേർചിത്രമാണ് രാക്ഷസലഹരി എന്ന ആൽബമെന്ന് ഫിറോസ് ഖാൻ പറയും. ചുരുളായിഴഞ്ഞു നീങ്ങും രാസലഹരി യുവത്വമേ, കാർമേഘച്ചുരുളായിഴഞ്ഞു നീങ്ങും. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ആൽബമാണ് രാക്ഷസലഹരി. ലഹരി ഉപയോഗിക്കുന്നവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും ലഹരി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ആൽബത്തിലുള്ളത്. പിന്തുടരുകാനെന്തിനീമായ ലഹരിയെ, വെണ്മയാർന്ന ജീവിതം തീക്കനലിനായി ലഹരിയെ തുരത്താൻ സർഗാത്മക ഇടപെടലാണ് ആൽബമെന്ന് ഫിറോസ് ഖാൻ പറഞ്ഞു. ലഹരി അടിമപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ തകർന്ന ചരിത്രം നമുക്ക് എല്ലായിടത്തുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണ ആൽബവുമായിട്ടാണ് ഈ ഗാനം ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ആൽബം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഗാനം, ഈ ആൽബം
ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെ എനിക്കുണ്ട്. ജനങ്ങളെ എളുപ്പം സ്വാധീനിക്കാൻ പാട്ടിലൂടെ കഴിയുമെന്നാണ് ഫിറോസിന്റെ പക്ഷം. പഴക്കച്ചവടക്കാരനായ ഫിറോസ് ഖാൻ ഒഴിവു സമയങ്ങളിലാണ് ഇത്തരം കലാസൃഷ്ടികൾക്ക് സമയം കണ്ടെത്തുന്നത്. 24 തിരൂർ. ലഹരിയിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താൻ മികച്ച ഒരു മാർഗം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. അങ്ങനെ ഇടുക്കിയിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തുന്ന നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ വ്യത്യസ്തമായ ഒരു ചലഞ്ചിനെ പറ്റിയാണ്. ഒരു ദിവസത്തിന്റെ തുടക്കം ലഹരിയെ എറിഞ്ഞു തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാകണം. നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ എത്തുന്ന ആളുകളിലേക്കാണ് ഈ ആശയം എത്തിക്കുന്നത്. ക്രിക്കറ്റ് ക്രീസിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റോപ്പ് ഡ്രഗ്സ് എന്നെഴുതിയ സ്റ്റംപ് എറിഞ്ഞിടണം. കളിസ്ഥലങ്ങളില്ലാത്തതും കളിക്കാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതുമാണ് യുവതലമുറ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു ആശയം നെടുങ്കണ്ടത്ത് നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന് മറ്റൊരു വിജയകഥ കൂടി പറയാനുണ്ട്. ഒരിക്കൽ ലഹരി ഉപയോഗത്തിന്റെ കേന്ദ്രവും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും നടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ലഹരിക്കെതിരായ മാതൃകാ പോരാട്ടത്തിന് വേദിയാകുന്നത്. വ്യായാമത്തിനും പരിശീലനത്തിനുമൊക്കെയായി എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചലഞ്ചിന്റെ ഭാഗമാകും. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും 7 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ തുടങ്ങുന്നത് തന്നെ സേ നോ ടു ഡ്രഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ബോളിൽ ലഹരിക്കെതിരെ എറിഞ്ഞാണ് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് തുടങ്ങുന്നത്. മാതൃകാപരമായ നടപടിയാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ക്രിക്കറ്റ് ടീമും എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്നുള്ള പരിപാടിയാണിത്. അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കായിക ലഹരി എന്നുള്ള ആ ഒരു വലിയ ലഹരി കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് കുട്ടികളിലെ മോശമായ ലഹരിയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഈ ചലഞ്ച് തുടരും. കായിക ലഹരിയിലേക്ക് യുവാക്കളെ ഉൾപ്പെടെ എത്തിക്കുകയാണ് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെയും നാട്ടുകാരുടെയും ലക്ഷ്യം. 24 ഇടുക്കി. ആശ്മി, നമ്മൾ ഈ ലഹരി വിരുദ്ധ പരിപാടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻമരിയ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ യുവാവിന്റെ പരാക്രമം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ലഹരിയുടെ പുറത്ത് യുവാവിന്റെ ആക്രമണം ഉണ്ടായി. കമ്പ്യൂട്ടറുകളും കാറിന്റെ ചില്ലും ഒക്കെ അയാൾ അടിച്ച് തകർത്തു. അർത്ഥവസ്ത്രം ധരിച്ചെത്തിയ യുവാവ് 500 രൂപയും ഷർട്ടും ആവശ്യപ്പെട്ടു. യുവാവിനെ അനുനയിപ്പിക്കാൻ ജീവനക്കാർ ശ്രമിച്ചുവെന്നും വാർത്ത. എന്നാലും യുവാവിനെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. നീ കിടക്കേണ്ട സ്ഥലം അവർ കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ എസ് കെ, നമ്മൾ ഈ ലഹരി വിരുദ്ധ പോരാട്ടം തുടങ്ങിയത് മുതൽ കേൾക്കുന്ന ആ പാട്ടാണ്. ആ പാട്ട് ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം എന്ന് പറയുന്ന പാട്ട്. പാടാന്ന് പറഞ്ഞല്ലോ എസ് കെ. പാടുമ്പോഴേ നമ്മുടെ ഭാഗം നമ്മൾ പ്രജിനാണെന്നൊരു ഭാവം വരുന്നു ഉള്ളില്. പുറത്ത് കേൾക്കുന്നത് പാടിയാനെ പോട്ടെ. അപ്പൊ എസ് കെ, ആ പാട്ടാണ്. ആ പാട്ട് NSSന് വേണ്ടി, നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി ജിനേഷ് കുമാർ എരമം എഴുതിയൊരു അർത്ഥവത്തായ പാട്ടാണ്. ഒരു ഗാനമാണത്. വയനാട്ടിലെ ലിസ്മരിയ ആ ഗാനം ആലപിക്കുന്നു. കേൾക്കാൻ കൊതിയായി. അതെ. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതിഞ്ഞു നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുക്കുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരി അടിപ്പിടിൽ ഒരു നാളും നാം. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ട ഒരു തലമുറകൾ. കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും.
അതിന്നു നമ്മളെടുക്കണമിന്നി പ്രതിജ്ഞ ലഹരികളരുതരുത്, പ്രതിജ്ഞ ലഹരികളരുതരുത്. ശിരസ്സുയർത്തി 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 പറയുക ലഹരി അടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പടിൽ ഒരു നാളും നാം. മഹാവിപത്ത് അല്ലേ? അതെ, അതെ, അതെ. മയക്കുമരുന്നുള്ള മഹാവിപത്താണ് അതിൽ നമ്മൾ മുക്തമാകണം. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒന്നടങ്കം ആവശ്യപ്പെടുന്ന അതാണ്. ഇതിനു വേണ്ടിയുള്ളൊരു ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ നടുവിലാണ് നമ്മൾ.